ഒരു ആശുപത്രിയിൽ മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സിസ്റ്ററിന് എന്തോ ഈ കൈ അനങ്ങുന്നതായിട്ട് ഇങ്ങനെ തോന്നി. പെട്ടെന്നാണ് സിസ്റ്റർ ബഹളം വെച്ച് ഡോക്ടറെ വിളിച്ച് കൂട്ടി ആ ആളിന്ന് ജീവിച്ചു. അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്, നാളത്തെ കുഴിയിലേക്ക് പോകേണ്ട ഒരാളാണെന്ന് പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയമാണ്. അത് സിസ്റ്റർ കൈയനക്കം കണ്ടില്ലായിരുന്നെങ്കിൽ പോവും. ആരുടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഒന്നെങ്കിൽ രാജാവായിരിക്കും, അല്ലെങ്കിൽ രാജകിങ്കരന്മാരായിരിക്കും, മന്ത്രിയായിരിക്കും, വിദൂഷകനായിരിക്കും, നർത്തകിയായിരിക്കും, അങ്ങനെ രാജകാലഘട്ടത്തിലെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഈ നാലുകെട്ടിൽ ഇതിപ്പോൾ നമ്മളിവിടെ പൊക്കം ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി ഇവിടെ നിലവറയുണ്ട്. ആ നിലവറയ്ക്കകത്തായിരുന്നു ഇതെല്ലാം വായിച്ചുകൊണ്ടിരുന്നത്. നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് മാത്രം അറിയാൻ വേണ്ടി പോകുന്നവരാണ്. എന്നാൽ സംഭവം അതല്ല. നമ്മുടെ പൂർവ്വകാലം, ഈ കാലം, വരുന്ന കാലം, അതേപോലെ ഈ നാഡീ ജ്യോതിഷത്തില് ഏറ്റവും കൂടുതലും വരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബിന്റെ ആണെങ്കിൽ പോലും പലരും പറഞ്ഞ് കളിയാക്കുന്നത്, ആരുടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഒന്നെങ്കിൽ രാജാവായിരിക്കും, അല്ലെങ്കിൽ രാജകിങ്കരന്മാരായിരിക്കും, മന്ത്രിയായിരിക്കും, വിദൂഷകനായിരിക്കും, നർത്തകിയായിരിക്കും, അങ്ങനെ രാജകാലഘട്ടത്തിലെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ആ ഒരു ആക്ഷേപം വരുന്നത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ്? അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓരോ വ്യക്തികളുടെയും ജീവിത നിലവാരം അനുസരിച്ച് അയാളുടെ പോയ ജന്മങ്ങളിൽ അയാളുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നു. താഴെ കർഷകനായിരിക്കുന്ന ആളുണ്ടാവും, കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവും, നർത്തകന്മാരുണ്ടാവും, കലാകാരന്മാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളറിയില്ല ഈ വന്നിരിക്കുന്ന വ്യക്തി കലാകാരനായിരുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ ജന്മത്തിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യഭരണ കാലഘട്ടത്തിൽ നിങ്ങൾ അവിടുത്തെ കൊട്ടാരത്തിലെ നർത്തകനായിരുന്നു, അല്ലെങ്കിൽ നർത്തകി, ഇങ്ങനെയൊക്കെ പറയും. തീരെ താഴ്ന്ന അവസ്ഥയിലും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാർക്ക് അതാണ് പറയുന്നത്. നാഡിയിലെ ആക്ഷേപം എന്ന് പറയുന്നത് ചില വായിക്കുന്ന ആൾക്കാരുടെ ശരിയല്ലാത്ത വായനകൾ വരുമ്പോഴാണ് തെറ്റുപറ്റുന്നത്. അതെങ്ങനെയാണ് ശരിയല്ലാത്തത്? ഈ എന്താ പറയുക, വ്യാപാരമായിട്ട് എടുക്കുന്ന നാടിക്കാരുണ്ട്, ഇതിനെ ബിസിനസ്സായിട്ട് കാണും. അങ്ങനെ കാണുന്നവർക്കാണ് ഇത് കൂടുതലും വഴിതെറ്റുന്നത്. ഈ വൈത്തീശ്വരൻ കോവിലാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ട്. വൈത്തീശ്വരൻ കോവിലായിരുന്നു. യഥാർത്ഥത്തിൽ വൈത്തീശ്വരൻ കോവിലല്ല, തഞ്ചാവൂരിലെ സരസ്വതി മണ്ഡപങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നാഡി ഗ്രന്ഥങ്ങളായിരുന്നു. അന്ന് യുദ്ധകാലഘട്ടത്തിൽ, അന്നത്തെ രാജാക്കന്മാരുടെ യുദ്ധകാലഘട്ടത്തിൽ വൈദീശ്വരത്തേക്ക് കുറേ ആൾക്കാർ കൊണ്ടുപോയതാണ്. അവരാണ് പിന്നീട് നാഡീ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. പക്ഷേ സത്യസന്ധമായിട്ട് നാഡി വായിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നല്ല നല്ല, ഇപ്പോൾ പൂശുംപുത്തിനെ പോലത്തെ ആൾക്കാരൊക്കെ അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന നാഡി വ്യവസ്ഥ. ഇന്നാണത് വേറെ തലങ്ങളിലേക്ക് മാറിപ്പോയി. നാഡി പുറത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ വരെയും തമിഴ്നാടുകൾ വരികയും ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഗ്രന്ഥം എന്ന് പറയുന്നത് വസിഷ്ഠ മഹർഷി അല്ലെങ്കിൽ മഹർഷിയെ, അഗസ്ത്യ മഹർഷിയായാലും വസിഷ്ഠ മഹർഷിയായാലും ചെന്ന് കാണണം നമ്മൾ. മഹർഷി ഒരിക്കലും നമ്മളെ വന്ന് കാണില്ല. അപ്പോൾ ആ സങ്കല്പമാണ് ഇവിടെ ഇന്നും സൂക്ഷിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ ഗ്രന്ഥം വന്നത്? ഇവിടെ പൂർവികരായിട്ട് തന്നെ ഉണ്ട്. അതിനകത്ത് പ്രാധാന്യം കൊടുത്ത അച്ഛനാണെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലഘട്ടം മുതൽ ഇവിടുത്തെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. ഇതല്ല, ഇവിടെ നാലുകെട്ടായിരുന്നു. ഈ നാലുകെട്ടിൽ ഇതിപ്പോൾ നമ്മളിവിടെ പൊക്കം ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി ഇവിടെ നിലവറയുണ്ട്. ആ നിലവറയ്ക്കകത്തായിരുന്നു ഇതെല്ലാം വായിച്ചുകൊണ്ടിരുന്നത്. കത്ത് പിടിച്ച് പോയതിന് ശേഷം ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതിന് ശേഷമാണ് ഇതിന് പകുതിയാണ്. അതായത് കയറി വന്ന് താഴോട്ട് ഇറങ്ങുന്ന ആ ഭാഗത്താണ് ഇവിടെ ആരാധനകളുണ്ടായാലും മുമ്പിലും പുറകിൽ താമസവുമായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോഴാണ് ഇത് മൊത്തം ഒരു ഇങ്ങനെയെങ്കിലും ഇത് പെട്ടെന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ വൈബ് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം, ആ പഴമ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗമെല്ലാം ഷീറ്റിട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ പഴയ സിസ്റ്റം തന്നെ ഇതിനകത്തുള്ളത്. ഇപ്പോഴും നിലവറയൊക്കെ ഉണ്ട്. നിലവറയ്ക്ക് പകരം ആ മുറി പൊക്കിക്കെട്ടി ആൾക്കാർക്ക് ഭയമാവും. നിലവറയിലേക്ക് താഴേക്ക് ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ട്. പഴയ കാലത്ത് അവിടെ തന്നെ പൂജകൾ ചെയ്ത് അവിടെ തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെയും ലക്ഷ്മീനാരായണ സ്വാമിയുടെയും വസിഷ്ഠ മഹർഷിയുടെയും ഈ നട തുറന്ന വസിഷ്ഠ മഹർഷിയാണ്. അപ്പോൾ കയറി വരുമ്പോൾ മഹർഷിയെ കണ്ടു വേണം നാടിക മുറിയിലേക്ക് പ്രവേശിക്കാൻ. വസിഷ്ഠ മഹർഷിയെ ഇവിടെ വന്നിരുന്നു എന്നാണ് സങ്കല്പം. ഈ വീട്ടിൽ പണ്ട് ഇവിടെ കളരിയും അതുപോലെ തന്നെ വൈദ്യവും മന്ത്രവാദവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു നാഡി പാരമ്പര്യം തന്നെ ഇവിടെയുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ നാഡി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. അടുത്ത തലമുറ എൻ്റെ മകനായിരിക്കും. ഇങ്ങനെ എപ്പോഴും തലമുറകളായിട്ട് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മൾ ഈ നാഡി ഒരു ബിസിനസ്സിലേക്ക്, നാടിക്കകത്ത് പറയാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
പണി കിട്ടും, നമുക്ക് തന്നെ പണി കിട്ടും. അതെങ്ങനെയാണ്? കാരണം ഇപ്പോൾ താങ്കൾ വന്നിരുന്നിട്ട് താങ്കളുടെ കഥകളല്ല ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് വലിയ പരിഹാരം ചെയ്യണം, താങ്കൾക്ക് ദോഷമുണ്ട്, താങ്കൾ ഇത്രാമത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് താങ്കളെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുകയാണ്. പക്ഷെ നാടിക്കകത്ത് അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ താങ്കൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. താങ്കൾ ചിലപ്പോൾ കർമ്മത്തിന് തയ്യാറാകുകയും ചെയ്യും, ഇല്ലേ? ഈ മിക്ക ആൾക്കാരും നാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് മാത്രം അറിയാൻ വേണ്ടി പോകുന്നവരാണ്. എന്നാൽ സംഭവം അതല്ല. നമ്മുടെ പൂർവ്വകാലം, ഈ കാലം, വരുന്ന കാലം, ഇനി വരാൻ പോകുന്ന കാലം, ഇതെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയും. നമുക്ക് എത്രാമത്തെ വയസ്സിൽ നമുക്ക് നല്ല ജീവിതം ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. ആ വയസ്സ് വരെ നമ്മൾ കാത്തിരിക്കണം. അതിനെന്ത് ചെയ്യും? നമ്മൾ പരിഹാരം കാണാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പൂർവ്വജന്മ ദേശത്തേക്ക് നമ്മളെ പറഞ്ഞു വിടും മഹർഷി എപ്പോഴും. കഴിഞ്ഞു പോയ ജന്മം ഇന്ന സ്ഥലത്ത്, വല്ല ദൂരെ എവിടെയെങ്കിലേക്കാരും കേട്ടുകഴിവില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളെ പറഞ്ഞു വിടും. അവിടെ ചെന്ന് അവിടുത്തെ ആ ദേശക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതു വരുമ്പോൾ നമ്മളെ പൂർവ്വകാലഘട്ടത്തിലെ ആ മണ്ണിൽ നമ്മൾ ചവിട്ടിയ ആ വൈബ് നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. ബാക്കിയാണ് പരിഹാരം പറയുന്നത്. പരിഹാരങ്ങളും നാടിയിൽ പറയുന്നുണ്ടോ? പരിഹാരം ചില വലിയ പരിഹാരമൊന്നും കിട്ടില്ല. ചില പരിഹാരങ്ങൾ തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് തീരാൻ പറയും. നമ്മുടെ കഥ പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ നമ്മുടെ പരിഹാരങ്ങൾ പറയുന്നത്? ഏറ്റവും അവസാനമാണ് പറയുന്നത്. പരിഹാരം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എനിക്ക് കഷ്ടകാല സമയമാണ്, അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും, ജ്യോതിഷന്മാരുടെ പറയും. പക്ഷെ നാടിക്കകത്ത് വരണം എങ്ങനെയാണ്? അയാൾ അനുഭവിക്കാനുള്ള മുഴുവനും അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇനി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ വരുള്ളൂ. ആ സമയത്ത് എത്തപ്പെടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നാടി വായിക്കാൻ സമയമാകുമ്പോഴേ ആ വ്യക്തി എത്തപ്പെടുള്ളൂ. അപ്പോൾ അയാളുടെ പരിഹാരങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ശുദ്ധികാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ശുദ്ധികാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പൂജയിൽ വരുമ്പോൾ പങ്കെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. വലിയ പൈസ കൊടുത്ത് മുടക്കി ചെയ്യേണ്ട അയാൾ. സാമ്പത്തികത്തെക്കാൾ ഉപരി അയാൾ അനുഭവിക്കപ്പെടേണ്ടതായ ദുരിതങ്ങളെ മാറ്റാനാണ് ആദ്യം വരേണ്ടത്. അതിനെന്താണ് പോകും വഴി? അതാണ് യാത്ര. മഹർഷിയും പറയുന്നത് യാത്രയാണ്. യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സുഖം ആ വ്യക്തിക്ക് കിട്ടുമ്പോൾ ആ വ്യക്തി വന്ന് ഇവിടുത്തെ ഡിവോട്ടിയായിട്ട് തീരുവാണ് സാധാരണ ചെയ്യുന്നത്. അത് ആ തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്ന, എനിക്ക് എവിടെയാണോ മനസ്സിന് സമാധാനം കിട്ടിയത് അവിടെ ഒന്ന് പോയി വന്ദിക്കണമെന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾക്ക് വരാം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ ജാതകം നോക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ നാടി നോക്കുമ്പോൾ എന്താ? അല്ല, അവരുടെ പോയ കാലങ്ങളും കഷ്ടദുരിതങ്ങളും എല്ലാം പറഞ്ഞോട്ടെ. പെട്ടെന്ന് ആരും ഒന്നും വലിയത് നേടുന്നില്ല. ആരാ സെലിബ്രിറ്റി? നമ്മൾ കാണുന്ന സമൂഹത്തിൽ നമ്മളാണ് അവരെ അത്രയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിലെ ഒരാളാണ് അവരും. നമ്മളെപ്പോലെ തന്നെയാണ്. സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് അവരെല്ലാം ഉയരുന്നത്. അവരുടെ അധ്വാനമാണ്, അവരുടെ കഷ്ടപ്പാടുകളാണ്. സാമ്പത്തികം, കല, കായികം, ഇതൊക്കെ എന്തായിക്കോട്ടെ, അതിലെല്ലാം അവർ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ആ ഉയർന്നു വരാൻ അവർക്കൊരു പോയ കാലഘട്ടം ഉണ്ടാകും. അവരുടെ പോയ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കാണ് അവർ തയ്യാറാകുന്നത്. അത് എന്ന് മാറും എന്നുള്ളത് അവർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോഴും അവർ നിരാശരായി. ഇപ്പോൾ പിന്നെ സംവിധായകൻ ഋഷി, അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞത്, പുള്ളി വളരെ ദുഃഖിതനായിട്ട് പറഞ്ഞു, നിങ്ങളൊരു പടം ചെയ്യും, താമസിയാതെ ഒരു പടം ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോൾ പടം ചെയ്യാൻ പോകും. പേട്ട എന്ന് പറഞ്ഞൊരു പടം പുള്ളി ഇറക്കണം. അപ്പോൾ ഇതെല്ലാം ആ വ്യത്യസ്തമായുള്ള കഥയിലൂടെ അയാൾക്ക് വരുന്ന ആ ഉയർച്ചയാണ് മഹർഷി. ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ആ പ്രതീക്ഷ അയാളുടെ സംവിധാനത്തിൽ അയാൾ കാണിക്കും. കഷ്ടത ഉണ്ടെങ്കിലേ നമുക്കൊരു ഉയർച്ചയുള്ളൂ. ഉണ്ടാവും. കഷ്ടതയില്ലാത്തവന് ഉയർച്ച. പാരമ്പര്യമായ സ്വത്ത് നശിപ്പിക്കാൻ ഒരു മകൻ മതി, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊന്നും ഉണ്ടാക്കി വെക്കരുതെന്നാണ്. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളൊന്നും കാത്തുവെക്കരുത്. ഒന്നും കാത്തുവെക്കരുത്. കഷ്ടപ്പാടറിയില്ല, നശിപ്പിക്കാനുള്ള പ്രവണത അവർക്കുണ്ടാവും. അതാവ് കുറച്ച് പോലെ കഷ്ടപ്പാടിലൂടെ അവനൊരു നല്ല ഇതിലെത്തപ്പെടുമോ? കഷ്ടപ്പെടില്ലാത്ത ഒരുത്തിനും ഒരു തരത്തിലും രക്ഷപ്പെടില്ല. കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളരാൻ കുട്ടികളെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നാടിലത് ഓരോ കാര്യങ്ങളും നിൻ്റെ സന്താനങ്ങളെ കൊണ്ട് ദുഃഖമനുഭവിക്കാനുള്ള കാരണമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അയാൾ വിഷമിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, അതിനെന്താണ് ഒരു പോം വഴി? ആ പോം വഴിയാണ് പറയുന്നത്, നീ നിനക്ക് വേണ്ടിയായിട്ട് ജീവിക്കണം. അവനെ ജീവിക്കാനുള്ള വഴികൾ മാത്രമേ നീ കൊടുക്കാവുള്ളൂ. അവൻ ആ വഴിയിലൂടെ നടന്ന് ഇല്ലേ? ഒരു വഴി സ്ഥിരമായിട്ട് നടക്കുമ്പോഴേ വഴി തെളിയുള്ളൂ. ഇല്ലെങ്കിലോ കാട് വീണ്ടും
പള്ളിയും വളർന്നൊക്കെ മോശമാവും, അപ്പോൾ വഴി അറിയാൻ പറ്റാത്ത അവസ്ഥയാവും. അവൻ വീണ്ടും വെട്ടിത്തെളിക്കട്ടെ, ഇതേ നമ്മൾ പറയാറുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. മറ്റൊരു കാര്യം, ഇപ്പോൾ അങ്ങ് ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള നാഡീ ജ്യോതിഷം വായിച്ചാണ്. ഇതിൽ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നില്ലേ, എന്താണ് ഈ നാഡിയിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ? പിന്നെ എനിക്ക് പല സന്ദർഭങ്ങളിലും എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇത് ഒരു മനുഷ്യന് സംഭവിക്കണമെങ്കിൽ അത് ഞാനായിട്ടത് എന്നെക്കൊണ്ട് വായിപ്പിച്ച് അവർക്ക് പറയുമ്പോൾ അത് ഒരു വിസ്മയമാണ്. കാരണം ഇതൊക്കെ അവർ എന്നോട് പറയുന്നത് ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്, ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ അനുഭവങ്ങളാണല്ലോ, എൻ്റെ കഥകളാണെന്ന് അവർ പറയുമ്പോഴാണല്ലോ. അങ്ങനെ അത്ഭുതപ്പെടുത്തിയ പിന്നെ ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് വ്യക്തികൾ നമ്മളൊരു പിന്നെ മീഡിയയിൽ നമ്മുടെ ഇവിടുത്തെ മീഡിയയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാം എന്ന് പറഞ്ഞ ആൾ പറയുന്ന കാര്യമുണ്ട്. അതിലൂടെ വന്നതും ഒന്ന് പറഞ്ഞുതരാമോ? പുള്ളിക്കാരനൊരു ആരോ കൂട്ടുകാർ പറഞ്ഞിട്ട്, പിന്നെ അരൂര് ഇന്നുപോലെ ഒരാളുണ്ട്, അദ്ദേഹത്തെ നീ ഒന്ന് പോയി കാണണം. പുള്ളി പാസ്റ്റൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി പാസ്റ്റ് ലൈഫ് പറയുന്നത്, പാസ്റ്റ് ലൈഫ് പറയുന്നത്, തൊട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളും മുൻജന്മങ്ങളും എല്ലാം പറയുന്ന കാര്യമാണ്. അത് കൊള്ളാമല്ലോ, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പുള്ളി പറഞ്ഞു. സാംലാൽ. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളി പേരും പുള്ളിയുടെ സ്ഥലവും പറഞ്ഞു. അപ്പോൾ മഹർഷി ആദ്യം എടുത്ത് വായിച്ച് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്തുകാരനല്ല, നിങ്ങളിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തായിരിക്കാം, പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നല്ല, മറ്റെവിടെയാണ്. പുള്ളി പറഞ്ഞാൽ ശരിയാണ്, ഞാൻ വയനാട്ടുകാരനാണ്, ഞാൻ തിരുവനന്തപുരത്ത് വൈഫ് ഹൗസിലാണ്. പിന്നെ പുള്ളിയുടെ കഥ പറഞ്ഞത്, പുള്ളി ഒരു ദിവസം മരിച്ചു കിടന്ന ഒരാളാണ്. പുള്ളി ഇത് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് വിസ്മയത്തോട് പുള്ളി എന്നോട് ചോദിച്ചു, ഇത് സത്യമാണോ എഴുതി വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ പറയാം ഇതിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സാംലാൽ പറഞ്ഞു, ഞാൻ ഒരു ദിവസം മരിച്ച ആളാണ്, ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. 58 സ്റ്റിച്ച് പുള്ളിയുടെ മുഖത്തുണ്ടായി. ആക്സിഡൻറ്റ് പറ്റുക അറിയും ആളെ, പുള്ളി ഒരു ക്യാമറമാനാണ് സിനിമയുടെയൊക്കെ. അപ്പോൾ പുള്ളി പറയാം, പുള്ളി ഓർക്കുന്നുണ്ട് സാം മരിച്ചു. അപ്പോൾ പള്ളിക്കാരോട് പറയണം കുഴിവെട്ടാൻ ഇതൊക്കെ പുള്ളി കേൾക്കുന്നുണ്ട്. പുള്ളിയെ ഒരു ആശുപത്രിയിൽ മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സിസ്റ്ററിന് എന്തോ ഈ കൈ അനങ്ങുന്നതായിട്ട് ഇങ്ങനെ തോന്നി. പെട്ടെന്നാണ് സിസ്റ്റർ ബഹളം വെച്ച് ഡോക്ടറെ വിളിച്ച് കൂട്ടി ഒരുപാട് സമയങ്ങൾ എടുത്ത് ഡോക്ടറെ ട്രീറ്റ്മെൻ്റ് ആയപ്പോൾ ആ ആളെന്ത് ജീവിച്ചു ഇരിപ്പുണ്ട്. അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്, നാളത്തെ കുഴിയിലേക്ക് പോകേണ്ട ഒരാളാണെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയമാണ്. അത് സിസ്റ്റർ കണ്ടില്ലായിരുന്നെങ്കിൽ പോവും. കാരണം അത്രയ്ക്ക് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് സാംലാൽ ഭയങ്കര ഇതാണ്. സാംലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇപ്പോൾ വളരെ വളരെ അടുത്ത ബന്ധമായിട്ട് ഞങ്ങൾ നിൽക്കുന്നതാണ്. വൈഫും അതെ, രണ്ടുപേരും ഇവിടെ വരും. പുള്ളി പിന്നെ നമ്മുടെ ഇന്ദ്രൻസിനെ വെച്ച്, സിനിമയുടെ ഇന്ദ്രൻസിനെ വെച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയ പടം ഉണ്ടല്ലോ ഇന്ദ്രൻസിന്, അങ്ങനത്തെ ഒരുപാട് അവാർഡ് കിട്ടിയ പുള്ളിയാണ്. നല്ല മനുഷ്യനാണ് സാംലാൽ. സാംലാലിനെ എപ്പോഴെങ്കിലും പരിചയപ്പെടുന്നത് നല്ലതാണ്. എൻ്റെ കാര്യം ചോദിച്ചാൽ മതി, പുള്ളി പറയും. നമുക്കൊരു ഇന്റർവ്യൂ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും സാംലാലിൻ്റെ നമ്പർ തരാൻ പോയി വേണമെങ്കിൽ ചോദിച്ചാൽ സാംലാൽ പറയും. പുള്ളി ഇവിടുത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മീഡിയത്തിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി കിട്ടും. പിന്നെ എന്താണ് പുള്ളിക്ക് സംഭവിച്ചത്? പുള്ളി ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട്. പിന്നീട് എങ്ങനെയാണ് ഈ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യുന്നതിലേക്ക് അയാൾ പോയത്? പുള്ളി വായിച്ചു, കംപ്ലീറ്റ് വായിച്ചു, പല ഘട്ടങ്ങളായിട്ട് വന്ന് വായിച്ച് പുള്ളിക്ക് അത് പൂർണ്ണമാക്കി മനസ്സിലാക്കി. പുള്ളി അതിന് അഡിക്റ്റായി. കാരണം അയാളുടെ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കഥകൾ പറഞ്ഞപ്പോഴാണല്ലോ ഓരോരുത്തർക്ക് വിശ്വാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സംഭവം സാംലാലിനുണ്ടായി. അത് എനിക്കും അതിശയായിപ്പോയി. കാരണം ഇങ്ങനെയൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത് നമുക്ക് പോലും ചില സമയത്ത് ഇതായിപ്പോവും. ആ ഒരു വിസ്മയമാണ് ഈ നാടിയിലേക്ക്, അരൂരേക്ക് ആളുകളെത്താൻ കാരണമാക്കിയത്. വാമൊഴിയേ ഉള്ളൂ ഇവിടെ. പണ്ടെല്ലാം വാമൊഴികളിലൂടെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ആ വാമൊഴികളിലൂടെ വന്നെത്തിയിരിക്കുന്നു. അച്ഛൻ എൻ്റെ കാലഘട്ടമൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മുടെ കുഞ്ചോക്ക അറിയില്ലേ, സംവിധായകൻ കുഞ്ചോക്ക, വയലാരാമവർമ്മ, അതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങൾ ഇന്നും വളർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് പറയാൻ കഴിയുമോ? എല്ലാം പറയുമ്പോൾ അവസാനം ഫ്യൂച്ചർ പറയും നമുക്ക്. ഇതിനകത്ത് ഒരു കാര്യം, ഇപ്പോൾ ഈ ഫ്യൂച്ചർ പറയുമ്പോൾ നമ്മൾ ഒരുപാട്
ആളുകളുടെ പറഞ്ഞിട്ടാവും. പക്ഷെ ഈ ഫ്യൂച്ചർ പറയുമ്പോൾ അവരുടെ ഒരു എല്ലാവർക്കും നന്മ തന്നെ വരണമെന്നില്ലല്ലോ. അവർക്ക് പിന്നീട് കഷ്ടകാലം വരാനുള്ള രണ്ടും പറയും. അല്ല, അവർക്ക് കഷ്ടകാലം വരുമ്പോൾ നമുക്ക് പറയണ്ട എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ പറയും. അയാൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല നമ്മൾ പറയുക. നാടിയിൽ ഒളിച്ചു വെക്കാൻ പറ്റില്ല, അതാണ് അതിനകത്ത് വിഷയം. അങ്ങനെ അവർക്ക് വിഷമം തോന്നി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നാടിയിൽ വായിക്കാൻ വരുന്നവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരുപാട് പേര് കരഞ്ഞു പിഴിഞ്ഞതിനകത്ത് പുറത്തിറങ്ങി പോകുന്ന കാണാം. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. എത്രയോ ആൾക്കാർ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, ആ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞ് പോകും. അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും വരാൻ തോന്നാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും, ഒരു മനസ്സമാധാനം ശാന്തിയും ഉണ്ടാകുമെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. പക്ഷെ അവരുടെ ഭാവി നാടിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാറ്റാൻ പറ്റില്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ മാറ്റാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അത് പറഞ്ഞല്ലോ. വിധിയെ എന്ന് പറഞ്ഞ അവസ്ഥ താങ്കൾ പറഞ്ഞല്ലോ. ഈ വിധി എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്വാൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല, ഇല്ലേ? അറിയാതെ വരുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ നാളെ വരാൻ പോകുന്ന സംഭവം എന്താണ്, ആ നാളത്തെ കഴിഞ്ഞ് കിട്ടിയാൽ നല്ലതാണ് എന്ന് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ നാളെ നീ തട്ടി വീഴും. അതുകൊണ്ട് നാളെ നീ തട്ടി വീഴാതെ ശ്രദ്ധിക്കണമെന്നേ മഹർഷി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നീ തട്ടി വീഴും എന്നുണ്ടെങ്കിൽ തട്ടി വീഴുക തന്നെ ചെയ്യും. നിന്നോടെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിനക്ക് വീഴാൻ വിധിയാണെങ്കിൽ വീഴും. പക്ഷെ അവിടെ നിന്ന് നീ ആ അപകട ഉയർന്നു വരുമ്പോഴാണ് നീ നിൻ്റെ വിധിയെ പഠിക്കുന്നത്. ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഇത് ഞാൻ അനുഭവിക്കപ്പെടണം. അങ്ങേര് പറഞ്ഞതാണ് ഞാൻ വീഴും, പക്ഷെ ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്കിത് വരേണ്ടതാണ്. അതിനെയാണ് വിധി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. പറയില്ലേ തലയിലെഴുത്തെന്ന് പറയും. തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ വിധിയല്ല കേട്ടോ. തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജന്മത്തിൽ ആ ആത്മാവ് അനുഭവിക്കാനായിട്ട് കൊടുത്ത ആ ബോഡിയിലൂടെ, ആത്മാവ് അനുഭവിക്കണമെങ്കിൽ ബോഡി വേണം. ആത്മാവിനെ അനുഭവിക്കണം. വേദനയും ദുരിതങ്ങളൊക്കെ അനുഭവിക്കപ്പെടണമെങ്കിൽ ഒരു ബോഡി കിട്ടിയാലേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒരു ആത്മാവിനെ ഇതൊക്കെ അനുഭവിക്കേണ്ടതുണ്ടോ?